ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഗോൾഡ് ഫിഷിന്റെ കഥകളുമായിട്ടാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീറ്റ ഫിഷിന്റെ കാര്യങ്ങളായിരുന്നു. അപ്പം നമുക്ക് 2 ഗോൾഡ് ഫിഷ് ആണുള്ളത്. ഞങ്ങളുടെ ഇതൊരു 7 gallon ടാങ്ക് ആണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞു ഗോൾഡ് ഫിഷ് ഉണ്ട്. ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ ഈ 2 ഗോൾഡ് ഫിഷ്. നമ്മളങ്ങനെ പേരൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല. ഇടയ്ക്കൊന്ന് മീനൂസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് പൊട്ടുമ്പോൾ ഇവിടെ വരും. പക്ഷേ ബീറ്റ ഫിഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്ലോ, ഇത്ര ആക്റ്റീവ് അല്ല. പിന്നെ അത് നമ്മൾ വന്നിങ്ങനെ കൊട്ടുമ്പോഴത്തേനും അടുത്ത് കുറെ നിൽക്കാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ചിലപ്പോൾ അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇവിടെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഗോൾഡ് ഫിഷ്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തിൽ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു ഗ്രീൻ പ്ലാന്റ്, ഒരു ഓറഞ്ച് പ്ലാന്റ്, പിന്നെ ഈ ഓറഞ്ച് ആയതുകൊണ്ട്, ഫിഷിന്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് ഞങ്ങളൊരു കോൺട്രാസ്റ്റ് ഉള്ള രീതിയിൽ ഒരു മൾട്ടി കളർ ഗ്രേവിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു വുഡ് സ്റ്റിക്ക് പോലൊരു സംഭവം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലീഫ് ഉണ്ടായിരുന്നു. അതൊരു റെസ്റ്റ് ചെയ്തോട്ടെ, അതൊരു സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അത് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് ഉപയോഗിക്കാറുണ്ടെന്ന് ഞങ്ങളിങ്ങനെ കേട്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ലീഫ് മേടിച്ചായിരുന്നു. എവിടെ അതിനങ്ങനെ ഉറക്കമൊന്നുമില്ല. ഇത് ഫുൾ ടൈം ഓണാണ്. ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ചാടി നടക്കും. അപ്പം ഞങ്ങൾ ആ ലീഫ് എടുത്ത് കളഞ്ഞു. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു വുഡ് സ്റ്റോക്ക് ആണ്. ഇടയ്ക്ക് ഇതിനകത്തിലൂടെ ഓടി വന്നിട്ട് കളിക്കുന്ന കാണാം. അത് ഭയങ്കര രസമാണ് ഈ വുഡിനകത്തിലൂടെ വന്നത്. പിന്നെ ഞങ്ങൾ ഈ വുഡിനകത്തിലൊരു ഓക്സിജൻ ടാങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് കുറേ ലോ ഓക്സിജൻ ആകുമ്പോഴത്തേനും ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഈ ഒരു ഗോൾഡ് ഫിഷിന്. അതുകൊണ്ട് ഞങ്ങളൊരു ഓക്സിജൻ ടാങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹീറ്ററും ഉണ്ട്. ഈ സൈഡിൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ. ആ സൈഡിലായിട്ടൊരു ഹീറ്ററും ഇവിടെ ഒരു തെർമോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് പറയപ്പെടുന്നത് ഒരു 75 to 80 ഡിഗ്രി സെൽഷ്യസിലാണ് ഗോൾഡ് ഫിഷിൻ്റെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു 75നും 80ക്കും ഒരു ബിറ്റ്വീനായിട്ടാണ് ഞങ്ങളുടെ ഒരു ടെമ്പറേച്ചർ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തെർമോമീറ്റർ കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്ന ഈ വാട്ടറൊക്കെ നമ്മൾ മാറ്റുന്ന സമയത്തേക്കിനും ഈ ടെമ്പറേച്ചർ ഓക്കെ ആണോ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് ഇവിടെ. പിന്നെ അതിനെന്താ പറയാനുള്ളത്, പിന്നെ അതിൻ്റെ ഫിൽറ്ററൊക്കെ ഞങ്ങളൊരു 3 to 4 വീക്സിൽ ഞങ്ങളത് മാറ്റാറുണ്ട്. പിന്നെ ഭയങ്കര വിശപ്പാണ് ഞങ്ങളുടെ ഗോൾഡ് ഫിഷിന്. ഞങ്ങൾ 2 ടൈംസ് ഞങ്ങൾ ഫീഡ് ചെയ്യാറുണ്ട് അതിനെ. ഞങ്ങൾ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗോൾഡ് ഫിഷിൻ്റെ ഈ ഒരു ഫ്ലേക്സ് ആണ്. 2 ടൈംസിൽ ഞങ്ങൾ ഫീഡ് ചെയ്യാറുണ്ട് അതിന്. എപ്പം ഫുഡ് കൊടുത്താലും ആൾക്കാർ ഓക്കെയാണ്. അവർ എപ്പോഴും കഴിച്ചോളൂ. നമുക്ക് അങ്ങനെ എപ്പോഴും കൊടുക്കാൻ പറ്റത്തില്ല. അത് ഫ്ലോട്ടിംഗ് ഒക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ 2 ടൈംസ് ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് 4 ഡൈവർമാൻ ഉണ്ട് കേട്ടോ ഇതിനകത്തില്. അത് ഭയങ്കര രസമായി. ഇടയ്ക്കിടയ്ക്ക് ഈ ഡൈവർമാനെ ചുറ്റി കിടന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. ഈ ഡൈവർമാരൊക്കെ ഇവിടെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ ഗോൾഡ് ഫിഷിന്റെ കഥ ഇത്രയൊക്കെയാണ്. ഞങ്ങളുടെ ഗോൾഡ് ഫിഷും. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.